നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 13-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 27-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രവും തിരുവാതിര നക്ഷത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച, നക്ഷത്രം തിരുവാതിര, രണ്ടും നമുക്ക് വളരെ അനുകൂലപ്രദമായ ഒരു സമയമാണ്. കാരണം തിരുവാതിര നക്ഷത്രം ശുഭനക്ഷത്രമാണ്, നല്ല ശുഭദിനവുമാണ്. തിങ്കളാഴ്ച ശരിക്കും ചന്ദ്രഭഗവാന്റെ ദിവസമാണ്. ഒരു ആഴ്ചയുടെ ആരംഭം, നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ഓടാനുള്ള ആരംഭ ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം, അറച്ചു നിൽക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. അതുപോലെ തന്നെ കന്നിമാസത്തിൽ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം, വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, അത് പഠിത്തത്തിനാവാം, ജോലിക്കാവാം, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറാനായിട്ടാവട്ടെ, ഇതിനെല്ലാം നിങ്ങൾക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. അതുമാത്രമല്ല, വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. നിങ്ങൾ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റും. എല്ലാവർക്കും വീടിന് യോഗമൊക്കെ കാണും. പക്ഷേ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ട് നടക്കാത്തവർക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകണം. രാഹുകാല സമയം വരുന്നത് 7:45 തൊട്ട് 9:15 വരെ, ഏകദേശം 15 മിനിറ്റ് വ്യത്യാസത്തിലാണ് രാഹുകാലം പോണേ. 7 തൊട്ട് 9 മണി വരെ എന്നുള്ളത് 7:45 തുടങ്ങുന്ന 15 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. രാഹുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. ശുഭയാത്രയ്ക്ക് രാഹുകാലത്തിന് മുമ്പോ ശേഷമോ ഇറങ്ങുക. അതുപോലെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ആകിലും ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 1:39 തൊട്ട് 3:06 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:42 തൊട്ട് 12:11 വരെയും. ഈ സമയത്ത് ഒരു ശുഭകാര്യവും ചെയ്യാതിരിക്കുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അല്ലാതെ തന്നെ മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന്, മുഹൂർത്തങ്ങളിൽ വച്ച് ഏറ്റവും നല്ല മുഹൂർത്തമാണ് അഭിജിത്ത് എന്നാണ്. ഇത് 11:47 തൊട്ട് 12:35 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്ത് പോകണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ശുഭ്രവസ്ത്രം, ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വെളുത്ത വസ്ത്രം അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒരു വെളുത്ത തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.